എല്ലാവർക്കും നമസ്കാരം. കോടതി, ഹൈക്കോടതി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനോട് 4 ഓപ്പൺ ഹിയറിംഗ് കൂടെ നടത്താൻ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ മാത്രം പോരാ, ഓഫ്ലൈൻ ആയിട്ടുള്ളത് ഓൺലൈൻ കൂടി ചെന്ന് ഹൈബ്രിഡ് ആവാൻ കുഴപ്പമില്ല. അതായത് ഓപ്പൺ ആയിട്ട് ആൾക്കാർക്ക് ചെന്ന് സംസാരിക്കാൻ പറ്റുന്ന ആളണം. പാലക്കാട്, കോഴിക്കോട്, എറണാകുളം, ട്രിവാൻഡ്രം. ഇന്ന് വരെയും അതിനുശേഷം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വിധി ഉണ്ടായത്. അങ്ങനൊരു നടത്തണം എന്നുള്ളൊരു കാര്യം ഹൈക്കോടതി പറഞ്ഞത്. അത് പ്രസ്യൂമേഴ്സ് കൊടുത്ത ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരാഴ്ച കഴിഞ്ഞു, ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്. ഇതുവരെയും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ട് അറിവില്ല. പക്ഷെ ഇത്ര ദിവസത്തിലും നടത്തണമെന്ന് ഹൈക്കോടതി പറയാത്തതുകൊണ്ട് ഒരു സംശയമുണ്ട്. ഇപ്പം നടത്തണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ഏതായാലും KCRC ഉമ്മർത്തിരുത്തി ആൾക്കാർക്ക് ചോറ് കൊടുത്തു. ഇപ്പം കോടതി അകത്തിരുത്തി ചോറും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൊടുക്കാം. അപ്പോൾ ഈ 4 ഡേറ്റും ഇന്ന് കിട്ടിയ അറിവ് പ്രകാരം 1 മാസം മുമ്പെങ്കിലും അറിയിക്കണം എന്നാണ് ഒരു നിയമം എന്നാണ് പറഞ്ഞത്. ഇതിനിടയിൽ സംശയം വന്നു, പെട്ടെന്ന് പ്രഖ്യാപിച്ച് പെട്ടെന്ന് നടത്താനുള്ള ഒരു ടെക്നിക്കാണോ എന്ന് സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് കിട്ടിയ ഒരു റിപ്പോർട്ട് പ്രകാരം 1 മാസമെങ്കിലും മുമ്പ് പറയണം. ഇന്നിപ്പം 4-ാം തീയതി. ഇന്ന് പ്രഖ്യാപിച്ചാൽ തന്നെ അടുത്ത മാസം 4-ാം തീയതിയെ പറ്റുള്ളൂ നടത്താൻ. അപ്പോൾ വൈകുന്തോറും നീട്ടി വയ്ക്കാം. വൈകുന്തോറും തോറ്റും പല വെൻഡേഴ്സിനും വർക്ക് പെൻഡിങ് ആണ്. എന്താവും എന്ന് തീരുമാനിച്ചിട്ട് 5ഉം 8ഉം 10ഉം 15 കിലോയൊക്കെ വയ്ക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ 3 കിലോ വാട്ട് വയ്ക്കാൻ താല്പര്യമുള്ള ആൾക്കാർ പക്ഷേ വെച്ചേക്കാം എന്ന് പറയാൻ പറ്റില്ല. സംശയമുണ്ട്. ഇങ്ങനെ നാളെ KCRC വേറെ ഒന്നും പറയുമോ എന്ന് സംശയമുള്ള 3ൻ്റെ ആൾക്കാരും ഉണ്ട്. ഈ തീരുമാനം വന്നിട്ട് വയ്ക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ചുരുക്കത്തിൽ വെൻഡേഴ്സിനെ അട്ടപ്പട്ടലം പൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ വെൻഡേഴ്സ് ഇല്ലെങ്കിൽ പിന്നെ ഈ സോളാർ പ്ലാന്റ് വെച്ചേക്കുന്ന പ്രസ്യൂമേഴ്സിന് എന്താ പറയുക, ആഫ്റ്റർ സെയിൽ സർവീസ് കൊടുക്കാൻ ആളില്ലാണ്ടാവും. അപ്പോൾ പ്രസ്യൂമേഴ്സിനോടുള്ള കലിപ്പ് തീർക്കാൻ വേണ്ടൊരു പദ്ധതിയാണോ ഇത് നീണ്ടു പോകണമെന്ന് ബലമായ സംശയം എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് പലർക്കും തോന്നുന്നുണ്ട്. ആദ്യം കരുതി ഇത് പെട്ടെന്ന് ഒരു ദിവസം പറയുക, അപ്പോൾ പെട്ടെന്ന് ഷോർട്ട് സ്പാന് പറയുമ്പോൾ പെട്ടെന്ന് ആകെ ഒരു പന്തിയുടെ ഒരു ഇതുണ്ടാവും. അതായിരിക്കും എന്ന് വെച്ചാൽ. അപ്പോൾ അതല്ല, 1 മാസം ഗ്യാപ്പ് വേണമെന്ന് അറിയാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് നീട്ടി വെച്ച് കഴിഞ്ഞാൽ അത്രയും കാലഘട്ടത്തേക്ക് പല വെൻഡേഴ്സും ഈ പറയുന്ന സെപ്റ്റംബർ പകുതി ആകുമ്പോൾ അല്ലെങ്കിൽ സെപ്റ്റംബർ 20-ാം തീയതിക്ക് ഉള്ളിൽ തന്നെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഒക്ടോബർ 1 തൊട്ട് പ്രാബല്യത്തിൽ വരും. അതിപ്പോൾ നടക്കൂലെന്നുള്ള അറിയാം. അപ്പോൾ അങ്ങനൊരു ഒക്ടോബർ 1-ാം തീയതി തൊട്ട് എന്തായാലും തീരുമാനത്തേക്ക് മാറാമെന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന പല വെൻഡേഴ്സും ഉണ്ട് കേരളത്തിൽ. അവർക്കൊക്കെ ഒക്ടോബറും കഴിഞ്ഞ് നവംബറും കഴിഞ്ഞ് ഡിസംബറും കഴിഞ്ഞൊക്കെ പോകുന്നൊരു കണ്ടീഷൻ വന്നാൽ ഇന്ന് നിലനിൽക്കുന്ന പല വെൻഡേഴ്സും പൂട്ടിപ്പോവും. ഒരു സംശയം വേണ്ട. അങ്ങനെ പൂട്ടിപ്പോയാൽ വെൻഡേഴ്സിനും നഷ്ടം. ഇത്രയും കാലം കാത്തിരുന്നതിൻ്റെ ഈ ആഫ്റ്റർ സെയിൽ സർവീസ് കൊടുക്കേണ്ട ആൾക്കാരെ അത്. അപ്പം പ്രൊസ്യൂമേഴ്സും നഷ്ടം. അപ്പം ഇത്ര കാലത്തിനുള്ളിൽ ചെയ്യണമെന്ന് പറഞ്ഞായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് നീട്ടിക്കൊണ്ട് പോകണ പോലെ കാണുന്നത്. അവർക്ക് നടത്താനാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഇപ്പോൾ ഇന്നെങ്കിലും അവർക്ക് ഒരു ഡേറ്റ് പ്രഖ്യാപിക്കാം. സെപ്റ്റംബർ 4, 6, 8, 10 അങ്ങനെ എന്തെങ്കിലും സംതിങ് ഒക്കെ പറയാം. ഇനിയിപ്പോൾ ഓണത്തിന് ശേഷമൊക്കെ ആയിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ. പറയല്ല, ചില ഞങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കണു. ഞങ്ങളിപ്പോൾ ട്രിവാൻഡ്രത്ത് അവിടെ വേണം, പാലക്കാട് അവിടെ വേണം, എറണാകുളത്ത് വേണം, കൂടുതൽ അങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. എന്തോ ഒരു സംശയമാണ്. എനിക്കൊരാൾക്കുണ്ടായ സംശയമൊന്നുമല്ല. ഞാൻ കുറച്ച് ഡിസ്കസ് ചെയ്യപ്പോൾ ഇത് വലിച്ചു നീട്ടി വെൻഡേഴ്സിനെയും കൂടെ തകർത്ത് കഴിഞ്ഞാൽ, നിലനിൽപ്പ് അവർക്കില്ലാണ്ടായാൽ സുഖമാണല്ലോ.
അപ്പോൾ ഇതിനൊന്നും പറയാനില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംശയവും നടക്കുന്നുണ്ട്. ഏതായാലും എത്രയും പെട്ടെന്ന് KCRC ഈ 4 പോയിന്റുകളും പാലക്കാട്, കോഴിക്കോട്, എറണാകുളം, ട്രിവാൻഡ്രം നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അന്വേഷിക്കാൻ പറ്റുന്നവർ അന്വേഷിക്കുക. എത്രയും നാളെ തന്നെ പറ്റുമെന്ന് എല്ലാവരും അന്വേഷിക്കുക. ഞങ്ങൾ അന്വേഷിക്കാൻ നോക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഉത്തരം കിട്ടാത്തതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ശ്രമിച്ചിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രമിക്കുക. താങ്ക്